എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അല്ല, അമ്പലത്തിലേക്ക്. അച്ചാച്ചന്റെ അടുത്ത് പോയിട്ട് അമ്പലത്തിലേക്ക് പോകും. അച്ചാച്ചനെ അമ്മാമേനെ എടുത്തിട്ട് പോവും. പിന്നെ എങ്ങനെ പോണ്ടേ? ശരി, അങ്ങനെ തന്നെ. അമ്പലത്തിലേക്ക് പോകണം. അമ്പലത്തിലേക്ക് നമ്മൾ മാത്രല്ല പോണത്, അച്ഛനും അമ്മയും കൂടി ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇന്ന് ബിന്ദുവിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്താടി അപ്പോൾ ഒരു ഇൻട്രോ ഇങ്ങനെ എടുക്കാൻ സമ്മതിക്കില്ല, അപ്പോഴേക്കും വിളിക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടില്ല, സീറ്റ് ബെൽറ്റ് പോലും വിടിച്ചിട്ടില്ല, വിടിപ്പിച്ചു. ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചിറക്കൽ എന്ന് പറയുന്ന അമ്പലത്തേക്കാണ്. അത് അവിടെ വിന്ത് നിൽക്കണുണ്ട. എന്താ കഴിക്കാനുണ്ട്, അപ്പോൾ കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ശിവൂതേ പട്ടുപാടൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. ബ്ലൗസ് ചെറിയൊരു പൊടിക്ക് ലൂസുണ്ട്. ഞാൻ എന്നാലും ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു, സൈഡ് ചെറിയ ലൂസുണ്ട് കേട്ടോ. അപ്പോൾ ശിവുവിന് ഉറക്കത്തിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. പെട്ടെന്ന് എടുത്തിട്ട് പെട്ടെന്ന് എന്താ പറയുക കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ്. മുഖത്തെ ഉറക്ക ക്ഷീണം മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇരുന്ന് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. നൂലപ്പവും കുറുമയും നീ കഴിക്കണില്ലേ? അവിടെ അമ്പലത്തിൽ ചോറുണ്ട്, അത് വിചാരിച്ചിട്ടൊന്നും കഴിക്കാണ്ട് ഇറങ്ങിയത്. ഒരു കഴിക്കണം എന്ന് അവൾക്ക് നിർബന്ധം, അതുകൊണ്ട് കഴിക്കണതാട്ടോ. രണ്ടെണ്ണം തന്നു, ഞാൻ ഒരെണ്ണം ബാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ചായടി 2 തരത്തിൽ ചായ കിട്ടൂടെ, എന്താ നമുക്ക് ഇഷ്ടമുള്ള കുടിക്കാം. അപ്പോൾ നമ്മൾ ചിറക്കൽ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇളവള്ളിക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇളവള്ളിക്കാവ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഊട്ടുണ്ടാവും, അത് കഴിച്ചിട്ടാണ് വരാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഇളവള്ളിക്ക് പോകണില്ല എന്ന് വിചാരിച്ചു. നേരെ ചിറക്കൽ തൊഴുതിട്ട് തിരിച്ചു വരാമല്ലോ എന്നുള്ള പ്ലാനാക്കി കേട്ടോ. പിന്നെ ഞങ്ങൾ പ്ലാനൊക്കെ മാറ്റി. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. പിന്നെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക, നല്ല തിരക്കുണ്ട്, പോരാണ്ട് നട അടച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നട തുറന്നത്. അതുവരെ നമ്മൾ അവിടെ നിന്നു, പുറത്ത് അത്രയും നേരം നിന്നു. ശിവുവിന് ദേഷ്യം വന്നു തുടങ്ങി. എന്നിട്ട് ഇത്തിരി നേരത്തെ ഇറങ്ങണ്ടേ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ശിവു പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലോട്ടറി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു കുട്ടു എടുത്തോ ലോട്ടറി എന്ന് പറഞ്ഞിട്ട്, കുട്ടുവിൻ്റെ കൈ കൊണ്ട് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടുവിൻ്റെ കൈ കൊണ്ട് ലോട്ടറിക്ക് എടുത്ത് ഞങ്ങൾ തൊട്ടടുത്തൊരു ചായക്കടയുണ്ട് കേട്ടോ, ചെറിയൊരു ചായക്കട, ഒരു നൊസ്റ്റൊക്കെ കിട്ടുന്നൊരു ചായക്കട. അവിടെ കയറിയിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും കേട്ടോ. ഇവിടെ നിന്ന് നല്ല ദോശയും കൊള്ളിക്കറിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അന്ന് കൊള്ളിക്കറി ഉണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ കൊള്ളി കഴിക്കാൻ പറ്റില്ല, തൈറോയിഡുള്ള കാരണം. പിന്നെ നമ്മൾ എന്താ പറയുക, നെയ് റോസ്റ്റും പിന്നെ അച്ഛൻ ദോശയാണ് കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു ദോശയൊക്കെ. അപ്പോൾ ഞങ്ങൾ ശിവുവിനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഒന്ന് പോകാൻ കേട്ടോ, ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്, കാരണം പൂജയ്ക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് വീട് വരെ പോയിട്ട് വേഗം വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ പോയി വന്നിട്ട്, അമ്പലത്തിൻ്റെ അവിടെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു കടയുണ്ട്. അവിടെ കയറിയിട്ട് നമ്മൾ ദോശ കഴിച്ചു, നെയ് റോസ്റ്റ് കഴിച്ചു. നമ്മൾ ദോശ കഴിച്ചു, അച്ഛൻ ദോശ കഴിച്ചത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നു, കൊള്ളിയും ദോശയും. അത് പക്ഷെ അവിടെ കഴിഞ്ഞു. അത്രയും അടിപൊളി സാധനം പെട്ടെന്ന് കഴിയും. അപ്പോൾ നമ്മളിങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇറങ്ങി വീട്ടിൽ പോയിട്ട് ശിവുവിനെ അവിടെ നിർത്തിയിട്ട് യെസ്, ഞാൻ ഒന്ന് കിടക്കട്ടെ. എനിക്ക് ഇന്നലെ ശിവു നേരമായിട്ട് ഉറങ്ങിയത്. അപ്പോൾ ശിവൻ്റെ കൂടെ ഞാനും കളിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങുമ്പോൾ കുറച്ച് ലേറ്റ് ആയില്ലേ? നീ നേരത്തെ ഇറങ്ങി? ഞാൻ നേരത്തെ കിടന്നുറങ്ങി, പിന്നെ ശിവനെ നോക്കണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ എനിക്ക് കണ്ണ് കണ്ടാ. ശിവന് രാത്രി ആയപ്പോഴേ ടി വി ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ അവൾക്ക് സ്നാക്സ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ ഇവൻ ശിവനെ നോക്കിയിരുന്നു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സുഖമായി കിടന്നുറങ്ങി. ഫോണ് കഴിക്കാണോ? അയ്യോ, നല്ല ചുമയുണ്ട്. ഞങ്ങൾ 2 റീലൊക്കെ ചെയ്യട്ടെ. എപ്പോഴും വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. നീ എന്നിട്ട് ഇന്നത്തെ പരിപാടി? ഇന്ന്
ഇന്ന് ഞങ്ങളുടെ വീട്ടില് മറ്റേ ദൈവങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അറിയാലോ. അപ്പോൾ നാളെ ചെറിയൊരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് പൂജ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗ്. ഫേസ് ഒന്ന് ഗ്ലോ ആയിണ്ടല്ലോ നിന്നെക്കാളും. ഗൈസ് അപ്പൊ നമ്മള് വീട്ടിലെത്തി. എനിക്ക് ഉറക്കം ശരിയായിട്ടില്ല അല്ലേ? 10 മണി വരെ അതിന്റെ ഇടയിൽ ഒരു 3 റീലുകൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തു. ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അതിൽ പാട്ട് ഇട്ട് കൊടുത്തു. വലിയ കാര്യം. ഏത് പാട്ടാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഏത് പാട്ടാണെന്നറിയോ? നമ്മുടെ ടോവിനോന്റെ മൂവിയിലെ കിളിയെന്ന് തുടങ്ങുന്ന പാട്ടില്ലേ? വേണമെങ്കിൽ രണ്ടുപേരും ഞാൻ പാടാം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാരാണെങ്കിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോയി ഒരു ഫോട്ടോ കാണണ്ടാ. അപ്പൊ കഴിച്ച് ഞാൻ കിടന്ന് കുറച്ചേരം ഉറങ്ങാൻ പോകണം. എനിക്ക് സുഖല്ലേ വയ്യ. ഇന്നലെ ഞാൻ ഉണ്ടല്ലോ, ഇന്നലത്തെ ഒറ്റ ദിവസം മാത്രം ഞാൻ ഒരു 50 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഇന്നൊരു 30 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ക്ഷീണം ഉണ്ടാവും. അപ്പൊ ഞാൻ ഉറങ്ങട്ടെ ഗൈസ്. ബൈ. ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടി ആ ടി വി വെച്ചെന്നേ. വെക്കടി വെക്കറി. ഗ്ലാസ് വെള്ളം എടുത്തോടുന്നറി. കുട്ടീനെ എങ്ങടാ കൊണ്ടുപോകാൻ പോണെന്നറിയോ? എങ്ങടാന്ന് നെസ്റ്റോന്ന് വെച്ചാ അടുത്തതാ നെക്സ്റ്റോ അവിടെ എസിലിരിക്കാനാണോ? അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങണ വഴിക്ക് ഇങ്ങനെ എന്താ പറയുക കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ വെച്ചത് കണ്ടു. കാരണം വീട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞു അമ്മ എനിക്ക് എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങിയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് വിട്ടതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം വാങ്ങിയിട്ട് അതിൽ നിന്ന് ആ ഇരിക്കണ ടൈപ്പിൽ അത് ഇരിക്കണ ഒരു ടൈപ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ. അത് വാങ്ങാമെന്ന് വിചാരിച്ചു. ഏതാ അതത് കണ്ണടച്ചിട്ട് ഇങ്ങനെ കയ്യില് കൊള്ളില് വലുതാ. കണ്ണടച്ചോട്ടെ പറയുമ്പോ തുറന്നാ മതി. പൊന്നോ തുറക്കല്ലേ. ശിവു വേഗം പോയി. ഞങ്ങളിത് വേണ്ട ഗൈസ്, അവൾ വേഗം കയറിപ്പോയി. ശിവു ഇഷ്ടായ മുടിയൊക്കെ കിട്ടിയിട്ടില്ലോ. ചാടിക്കോ. അപ്പൊ നമ്മള് ഉറങ്ങാൻ വേണ്ടി കുറച്ചേരം കിടന്നാട്ടാ. എന്താന്നറിയില്ല, ഉറക്കം വരുന്നില്ല. നമ്മുടെ ചുണ്ണാമ്പ് ഇവിടെ ഉണ്ട് കേട്ടാ. ചുണ്ണാമ്പ് ഏതാടേ ചുണ്ണാമ്പ് ഇങ്ങോട്ട് നോക്കണോ. ഗൈസ് അപ്പോ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കിടക്കണേ. ഉറങ്ങാനുള്ള പരിപാടിയിലാണ് കയറി വന്നത്. ഞാൻ ഒന്ന് വണ്ടി കുടിച്ചിട്ട് ടയർഡായ കാരണം വന്ന് കിടക്കാന്ന് വെച്ചു. പിന്നെ ഫോൺ നിലത്ത് വയ്ക്കാൻ പറ്റാത്ത കാരണം ഉറങ്ങാൻ പറ്റിയില്ല. കണ്ണട ഞാനിങ്ങനെ വല്ലപ്പോഴാക്കി വെക്കാറുള്ളൂട്ടാ. അയ്യോ എന്റെ ചായ ചൂടാറ് ഡീക്ക് വെച്ചിട്ട് നടന്നു. തണുത്തുണ്ടാവല്ലേ? അല്ല ഞാൻ ചൂടുള്ള ചായ കുടിക്കാറില്ല, ഞാൻ തണുത്ത ചായ കുടിക്കാറില്ല. ഏതാണ് ചുണ്ണാമ്പ്? എന്താ വേണ്ട ശിവോ? തേങ്ങന്നെ പറിക്കണ്ട പറിച്ചു ഒന്ന് പോടാ. അല്ലല്ല ഇതിലുണ്ടായിരുന്നു ഇവിടെ അല്ലോ ഉണ്ടല്ലേ മണക്ക്. നോടി കാണിച്ചേ ഒന്ന്. അപ്പൊ പൂച്ചക്ക് മനസ്സിലായി മീൻകാരനല്ല. ഒന്ന് പോടാ. അതേ സൈഡിലിരിക്കുന്നത് കണ്ട ഗൈസ്. ശിവുട്ടിയെ അവളെ ഒരു സാധനം എടുത്തോളൂ സ്വർണ്ണന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനതാ പറമ്പിച്ചേർന്നു. അത് സ്വർണ്ണല്ല, അത് പിച്ചളല്ലേ. അതാ എനിക്കറിയപ്പോ
ശിവാപ്പി പിണങ്ങിയിരിക്കണോ പിന്നെ? ഈ തലേന്ന് ഈ കെട്ടപ്പോഴഴിക്കുക, ഈ കെട്ടപ്പോഴഴിക്കുക തലേന്ന് അച്ഛൻ കെട്ടി കൊടുത്തതാട്ടാ. മുടിയൊന്നും ചെറുപ്പത്തിൽ ഞാൻ അതുപോലെ ഇരുന്നു. എങ്ങനെ ഇങ്ങനെ വീഡിയോൻ്റെ ക്ലാരിറ്റീനെ പറ്റി നിങ്ങൾ പറയണം. കാരണം നമ്മുടെ ഫോണിൽ പോർട്രേറ്റ് മോഡിൽ 3XL ആണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കാരണം പറയുകയാണെങ്കിൽ ഇവിടെ ഞാനുണ്ട് 3x കൊള്ളാം. ഞങ്ങളുടെ ഉദിച്ച് നിൽക്കണ്ട. അപ്പം ഞാൻ ഇവിടെ നിന്ന് തന്നെ ഫോണ് തിരിക്കും. കാർമുണ്ടാ ഓ ശിവ ഒപ്പിച്ച് ഒപ്പിക്കലുണ്ട ഇതങ്ങനെ നിൽക്കണ ഗേറ്റ് ഇങ്ങനെയാക്കി. ഞാനാണെങ്കിൽ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് കൊണ്ടില്ലേ. എന്താണ് എന്തേലും പറയണ സൺകിസ്ഡ് ആണ്. സൺകിസ്ഡ് പക്ഷെ ഇപ്പൊ പോയി. ശിവാപ്പിയെ എന്തിട്ട് നിന്നെ പിടിച്ചത്? എന്താ പിടിച്ചത് നിന്നെ? എന്ത് പാമ്പാ? മലമ്പാ. എല്ലാ പാമ്പും മലം വിടുമല്ലോ. ഇങ്ങനെ വെച്ചോട്ടാ, ഇങ്ങനെ പിടിച്ചോട്ടാ, ഒന്നും ചെയ്യണ്ടട്ടാ. അമ്മ ഇവിടെ പോയിരിക്കാം. പൊക്കി പിടിക്കേ, പൊക്കി പിടിക്കേ. ഇത് കുറച്ച് താഴത്ത്, കുറച്ച് താഴത്ത്. ശിവണ്ട വീഡിയോ മതിന്ന്. ചായ കുടിച്ചാലോ? ചായ കുടിക്കാം. ഗുഡ് ഗേൾ. ചെടി സ്നേഹി കേട്ടോ, സസ്യസ്നേഹി. ശ്യാമസുന്ദര ഇങ്ങോട്ട് നോക്കോ, ഒന്ന് ചിരിക്കോ? ചിരിക്കാമോ? പോട ഫ്രിഡ്ജ് കണ്ടറിഞ്ഞൂട്. ഒന്ന് പോടപ്പോ. നമ്മള് ചായക്ക് വേണ്ടിട്ട് പാല് വെച്ച് കൊടുക്കണം. പാൽ ചായ ഉണ്ടാക്കാൻ. ചായക്ക് വേണ്ടിട്ടാണോ? നമുക്കല്ലേ ഇത് കണ്ടു, നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. ഇതാണ് പാല്. ഇട്ടാ പുറത്തേക്ക് തണുത്താ. ഇതാണ് നമ്മുടെ ലേസ് ലേസ് മുറുക്ക്. ഇതേ കടിക്കാൻ പറ്റാണ്ട് കണ്ടില്ലേ? പപ്പട വട, പാൽ ചായ, കൊറേ ഗ്ലാസ്. എന്തിനാ നോക്കിയിരിക്കുന്നു. ഹൈഡ് ചെയ്തോണ്ടിരിക്കും ശിവന്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കാലത്ത് തൊട്ട് ഈ വൈകിട്ട് ചായ കുടിക്കില്ല, ഒരു മിനി വ്ളോഗ് അല്ലേ? മിനി വ്ളോഗ് അല്ല, സ്മോള്, മീഡിയം, ലാർജ്, ഡബിൾ എക്സൽ, മീഡിയം വ്ളോഗ് അല്ലേ? 10 വീണ്ടും വീഡിയോ നമ്മൾ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.